വിസ്മയ മോഹൻലാൽ ഒരു തെളിവാണ്. മലയാളി മാറുന്നു എന്നതിന്റെ തെളിവ്. മലയാളികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് രഞ്ജിനി ഹരിദാസ്, പൃഥ്വിരാജ് ഇവരൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അഹങ്കാരികളായിരുന്നു. അഹങ്കാരികളായതുകൊണ്ട് നമ്മൾ അവരെ ഒരുപാട് കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തവരാണ്. അവർ കൂളിംഗ് ഗ്ലാസ് വെച്ച് പുറത്തിറങ്ങുന്നു എന്നതും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നതുമൊക്കെയായിരുന്നു അന്ന് അതിന് കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ആ നിലയിൽ വിമർശിക്കുന്ന പ്രധാന വേട്ടമൃഗം ജയറാമാണ്. ജയറാമിനെ കളിയാക്കാനുള്ള കാരണം അദ്ദേഹം അഹങ്കാരിയാണെന്നതോ കൂളിംഗ് ഗ്ലാസ് വെച്ചു എന്നുള്ളതോ ഒന്നുമല്ല. മറിച്ച് അദ്ദേഹം അതിവിനയം കാണിക്കുന്നു എന്നുള്ളതാണ് മലയാളി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് മുമ്പ് സിനിമാ താരങ്ങളിൽ നിന്നും സിനിമയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നുമൊക്കെ നമ്മൾ വലിയ തോതിലുള്ള വിനയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ വിനയം കാണിക്കുന്നവരെ അതിന്റെ പേരിൽ തന്നെ നമ്മൾ വിമർശിക്കുകയാണ്. സത്യത്തിൽ മലയാള സിനിമയിലെ താരങ്ങൾ തങ്ങൾക്കുള്ള പ്രിവിലേജുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വളരെ കാലം അവരെ തടഞ്ഞു നിർത്തിയ ഒരു സമൂഹമാണ് നമ്മുടേത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ പ്രിവിലേജുകളെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ തന്റെ ആദ്യ സിനിമയുമായി നമുക്കിടയിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ദുൽഖർ സൽമാനോ പ്രണവ് മോഹൻലാലോ ഫഹദ് ഫാസിലോ ഒക്കെ തങ്ങളുടെ ആദ്യ സിനിമകളിൽ എത്തിയപ്പോൾ ഉയർന്നു വന്ന ഇവരൊക്കെ നെപ്പോട്ടിസത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്, നെപ്പോട്ടിസത്തെ നമ്മൾ എതിർക്കണം എന്ന വാദങ്ങളും പൈസയും പിടിപാടുമുള്ളവർ മക്കളെ സിനിമയിൽ കുത്തിക്കയറ്റുന്നു എന്ന തരം വിമർശനങ്ങളും ഇപ്പോൾ അധികം ഉയരാത്തത് എന്തുകൊണ്ടാണ്? വിസ്മയ മോഹൻലാലിനും പ്രിവിലേജിനും നമ്മളോട് എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് നോക്കാം. സിനിമയിലെ പ്രിവിലേജ് അഥവാ പ്രത്യേക ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ കേവലം ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. അതിന് സിനിമയ്ക്കകത്ത് വളരെ വലിയൊരു സ്വാധീനമുണ്ട്. പ്രിവിലേജ് എന്നത് കഴിവില്ലായ്മയല്ല, മറിച്ച് കഴിവ് തെളിയിക്കാനുള്ള വാതിലുകൾ എത്ര എളുപ്പത്തിൽ തുറന്നു കിട്ടുന്നു എന്നതിലാണ് അത് കിടക്കുന്നത്. ഉദാഹരണത്തിന് സിനിമയിൽ യാതൊരു പാരമ്പര്യവും ഇല്ലാതെ എത്തുന്ന ഒരാളുടെ കാര്യം നോക്കുക. ജോജു ജോർജോ, ടോവിനോ തോമസോ ഒക്കെ അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ കടന്നുപോയ വഴികൾ നമ്മൾ കണ്ടതാണ്. വർഷങ്ങളോളം ഓഡിഷനുകളിൽ പങ്കെടുക്കുക, ചെറിയ റോളുകൾ ചെയ്ത് കാത്തിരിക്കുക, പതിറ്റാണ്ടോളം കഷ്ടപ്പെട്ട് ഒരു പ്രധാന വേഷത്തിലേക്ക് എത്തുക എന്നിവയാണ് അവർക്ക് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ വലിയ സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരാൾ വരുന്നതെങ്കിൽ രാജ്യത്തെ മികച്ച സംവിധായകരും എഴുത്തുകാരും അവരുടെ സ്വീകരണ മുറിയിൽ ഇരുന്നാണ് കഥകൾ ചർച്ച ചെയ്യുന്നത്. അവർക്ക് ആദ്യ സിനിമ ലഭിക്കാൻ ആരുടെയും പിന്നാലെ നടക്കേണ്ടി വരുന്നില്ല. നേരിട്ട് നായകനായോ നായികയായോ ഒരു വലിയ ബാനറിൽ തന്നെ കരിയർ തുടങ്ങാൻ അവർക്ക് സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യമാണ്. സിനിമയിൽ ബന്ധങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരാൾക്ക് ഒരു നായക വേഷം കിട്ടിയെന്ന് വിചാരിക്കുക. ആ സിനിമ പരാജയപ്പെട്ടാൽ അയാളുടെ സിനിമാ ജീവിതം മിക്കവാറും അവിടെ അവസാനിച്ചേക്കാം. എന്നാൽ പ്രിവിലേജ് ഉള്ള ഒരാൾക്ക് അവരുടെ ആദ്യത്തെ 2-3 സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടാലും ഇൻഡസ്ട്രി അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. വീണ്ടും വലിയ പ്രോജക്റ്റുകൾ അവരെ തേടിയെത്തും. ആ പരാജയം അവരുടെ നിലനിൽപ്പിനെ ഒട്ടും ബാധിക്കില്ല. ഇതിനൊപ്പം തന്നെ ചെറുപ്പം മുതലേ ലഭിക്കുന്ന സൗകര്യങ്ങളും വലിയൊരു ഘടകമാണ്. സിനിമാ നിർമ്മാണ രീതികൾ, സാങ്കേതിക വിദ്യകൾ, ലോക സിനിമകൾ, മികച്ച വിദേശ സ്കൂളുകളിലെ പഠനം എന്നിവ ചെറുപ്പം മുതലേ കണ്ടും അറിഞ്ഞും വളരാൻ അവർക്ക് സാധിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നതൊക്കെ നിയന്ത്രിക്കാൻ മികച്ച PR ടീമിനെ വെക്കാൻ അവർക്ക് സാധിക്കും. മുമ്പ് പൃഥ്വിരാജ് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അഹങ്കാരി എന്ന് വിളിച്ച ഒരു സമൂഹം ഇന്ന് ഈ പ്രിവിലേജുകളെ സ്വാഭാവികമായി അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മൾ പ്രിവിലേജസിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രിവിലേജ് ഹെൽത്തി ആയിരിക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണ രീതി, ഉറക്കക്കുറവ്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത് തുടങ്ങി പല കാര്യങ്ങളും ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് ശ്രദ്ധിക്കുക, റെഗുലർ ചെക്കപ്സ് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. നമ്മുടെ ഹെൽത്ത് നാളെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതും ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും താരതമ്യം ചെയ്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ തന്നെ വിവിധ കമ്പനികളെ നമുക്ക് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും. 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനു വേണ്ടി ഓടിയാൽ കിട്ടണമെന്നില്ല. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി എടുത്തു വെക്കുന്നത് തന്നെയാണ് നല്ലത്. മാസം ഒരു 1000 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. 1 കോടി കവറേജ് ഉള്ളതും അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനുകളും ഒക്കെ ലിങ്കിൽ പോയി നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് പറ്റുന്നത് നോക്കി എടുക്കാം. അത് മാത്രമല്ല നന്നായിട്ട് ഉറങ്ങുന്നവർക്കും നന്നായിട്ട് നടക്കുന്നവർക്കും ഒക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നതും പിന്നെ ജിം മെമ്പർഷിപ്പ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പ്ലാനുകളും അവൈലബിൾ ആണ്. ഹെൽത്ത് നന്നായി നോക്കുന്നതിനോടൊപ്പം നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു വെക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 0-ൽ നിന്ന് ഓടി തുടങ്ങുമ്പോൾ പ്രിവിലേജ് ഉള്ള ഒരാൾ 70 മീറ്ററിൽ നിന്നാണ് ഓട്ടം ആരംഭിക്കുന്നത്. ബാക്കി 30 മീറ്റർ അവർ സ്വന്തം കഴിവ് കൊണ്ട് ഓടി ജയിച്ചാൽ പോലും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അവർക്ക് ലഭിച്ച ആ വലിയ മുൻഗണനയാണ് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്നത്. എന്നാൽ പ്രിവിലേജുകൾ പ്രശ്നമാകുന്നത് ഒരാൾ അതുപയോഗിച്ച് മറ്റൊരാളുടെ അവസരങ്ങളെയോ സാധ്യതകളെയോ ഇല്ലാതാക്കുമ്പോഴാണ്. നിങ്ങളോടൊപ്പം ഒരേ ട്രാക്കിൽ ഓടി തുടങ്ങേണ്ട സഹ മത്സരാർത്ഥികളുടെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പ്രിവിലേജുകൾ ഉപയോഗിക്കുന്നത് തന്നെ എന്തോ വലിയ തെറ്റാണെന്നായിരുന്നു ഇത്രയും കാലം നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അതിനുള്ള വ്യക്തമായ മറുപടിയാണ് വിസ്മയ മോഹൻലാൽ തന്റെ സിനിമയുമായി നമുക്കിടയിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. വിസ്മയ മോഹൻലാലിന് വേണമെങ്കിൽ മറ്റ് പല വഴികളിലൂടെയും സിനിമയിലെത്താമായിരുന്നു. മോഹൻലാലുമായോ ആശീർവാദ് സിനിമാസുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ നിർമ്മാണ കമ്പനിയെ കൊണ്ട് സിനിമ നിർമ്മിപ്പിക്കാമായിരുന്നു.
ഇതിന്റെ പ്രചാരണത്തിനോ വിതരണത്തിനോ മോഹൻലാലോ സുചിത്ര മോഹൻലാലോ മുമ്പിലേക്ക് വരാതെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലെന്നും വിസ്മയ സ്വന്തം നിലയ്ക്ക് വഴി കണ്ടെത്തി വന്നതാണെന്നും ഒക്കെ ഒരു കപട ചിത്രം സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ അത്തരം വളഞ്ഞ വഴികളിലൂടെയൊന്നും അവർ സഞ്ചരിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വിസ്മയ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ ചിത്രത്തിന്റെ പ്രചാരണത്തിനായി നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ ഇത് വളരെ സത്യസന്ധമായി തുറന്നു പറയുന്നുണ്ട്. തങ്ങളുടെ മകൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം തോന്നി. അതിനുള്ള വിഭവങ്ങളും സാഹചര്യങ്ങളും തങ്ങളുടെ പക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു സിനിമ നിർമ്മിച്ചു എന്നവർ വളരെ ലളിതമായി വ്യക്തമാക്കുന്നു. അതായത് തങ്ങൾക്കുള്ള പ്രിവിലേജുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കള്ളത്തരം കാട്ടാതെ എങ്ങനെ മാന്യമായി വിനിയോഗിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ സിനിമയിലേക്കുള്ള വിസ്മയയുടെ അരങ്ങേറ്റം. ഇവിടെ അവർ മറ്റാരുടെയും പണം നഷ്ടപ്പെടുത്തിയില്ല. ആശീർവാദ് സിനിമാസ് തന്നെ പണം മുടക്കി ചിത്രം നിർമ്മിച്ചു. സിനിമയുടെ വലിയ പ്രചാരണത്തിന് വേണ്ടി മോഹൻലാൽ തന്നെ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അവർ പണം മുടക്കിയപ്പോൾ ഒരു നല്ല സംവിധായകന് സിനിമ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. സിനിമയിലെ ഒട്ടനവധി സാധാരണക്കാരായ പ്രവർത്തകർക്ക് ജീവനമാർഗവും തൊഴിലും ലഭിച്ചു. അങ്ങനെ തനിക്കുള്ള പ്രിവിലേജ് തികച്ചും സുതാര്യമായി ഉപയോഗിച്ച് സിനിമ ചെയ്യുകയും മോഹൻലാലിന്റെ മകൾ എന്ന ആനുകൂല്യം തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുകയും ചെയ്തതിലൂടെ ആ ചിത്രം 50 കോടിയിലേക്ക് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ പ്രിവിലേജുകൾ ഉണ്ടായിരിക്കുക എന്നത് ഒരു തെറ്റല്ല. മറിച്ച് ആ പ്രിവിലേജ് ഉപയോഗിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് തെറ്റ് എന്ന് മലയാളി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് തുടക്കം എന്ന സിനിമയ്ക്ക് ലഭിച്ച ഈ വലിയ സ്വീകാര്യത. എന്നാൽ ഇതിനർത്ഥം മുമ്പ് തങ്ങൾ പ്രിവിലേജുകൾ ഉപയോഗിക്കാതെയാണ് സിനിമയിൽ എത്തിയത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവരോ സ്വന്തം വഴികളിലൂടെ സിനിമയിലെത്തിയ താരപുത്രന്മാരും പുത്രിമാരും ചെയ്തത് തെറ്റാണെന്നല്ല. മറിച്ച് അന്ന് നമ്മുടെ സമൂഹം പ്രിവിലേജ് എന്ന യാഥാർത്ഥ്യത്തെ പക്വതയോടെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ വിസ്മയ മോഹൻലാലിന്റെ സിനിമയിലേക്കുള്ള ഈ വരവ് മറ്റൊരു തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമാ മേഖലകളിൽ കണ്ടുവരുന്ന വലിയൊരു വിരോധാഭാസമുണ്ട്. താരപുത്രന്മാർ സർവ്വസാധാരണമായി നായകന്മാരായി കടന്നു വരുമ്പോഴും താരപുത്രിമാർ സിനിമയിലേക്ക് വരുന്നത് വളരെ വിരളമാണ്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഇൻഡസ്ട്രികൾ എടുത്ത് പരിശോധിച്ചാൽ ശ്രുതി ഹാസൻ ഒഴികെ മറ്റൊരു പേര് പെട്ടെന്ന് പറയാൻ ഉണ്ടാകാത്തതിന്റെ കാരണവും സിനിമാ മേഖലയിൽ നിന്ന് തങ്ങളുടെ പെൺമക്കളെ അകറ്റി നിർത്താൻ പലപ്പോഴും താര കുടുംബങ്ങൾ തന്നെ ശ്രദ്ധിക്കാറുണ്ട് എന്നതിന്റെ തെളിവാണ്. പ്രത്യേകിച്ച് തെലുങ്ക് ഇൻഡസ്ട്രിയുടെ കാര്യം എടുത്തു നോക്കുക. അവിടെ നിന്ന് കാണുന്ന നായകന്മാരിൽ 90% അവിടുത്തെ വലിയ സിനിമാ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. എന്നാൽ അതേ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം കുടുംബങ്ങളിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും ഉയർന്നു വന്ന കടുത്ത വിമർശനങ്ങൾ കാരണം മാത്രം കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മലയാളം പരിശോധിക്കുമ്പോൾ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സൂപ്പർ താരത്തിന്റെ മകൾ തന്നെ നേരിട്ട് സിനിമയിലേക്ക് വരുന്നു എന്നതും അതിനെ മലയാളികൾ മുൻവിധികളൊന്നുമില്ലാതെ സ്വീകരിക്കുന്നു എന്നതും സിനിമാ ചരിത്രത്തിലെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ്. അപ്പൊ പ്രിവിലേജ് പ്രശ്നമല്ല, പ്രിവിലേജ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നതാണ് പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ എന്ന രീതിയിൽ നടീനടന്മാരുടെ മക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ വിമർശിക്കാം, നല്ലതാണെങ്കിൽ അഭിനന്ദിക്കാം, അത്ര തന്നെ. അപ്പൊ എന്താണ് പ്രിവിലേജിനെ കുറിച്ചും പ്രിവിലേജ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി എടുക്കുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. ഒപ്പം ജിം മെമ്പർഷിപ്പ് ഒക്കെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്ന പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.